നമുക്കിന്നൊരു നെല്ലിക്ക അച്ചാറിട്ടാലോ? അപ്പോൾ നെല്ലിക്ക അച്ചാറിടാനായിട്ട് ഞാനാണെങ്കിൽ നെല്ലിക്ക തലേന്നേ അരിഞ്ഞിട്ട് മുളകും അതായത് കാന്താരി മുളകും വെളുത്തുള്ളിയും ഉപ്പും വിനാഗിരിയും എല്ലാം ഒഴിച്ചിട്ട് പച്ചയ്ക്കാണ്, പുഴുങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ബോട്ടിലിലാക്കി വെച്ചേക്കുന്നതാണ്. ആ ബോട്ടിലിൻ്റെ പേര് കണ്ട് നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട. പാർത്തമോൻ്റെ സ്കൂളിലേക്ക് ഒരു ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ അതിനകത്ത് അവന് പപ്പായ പിക്കിളായിരുന്നു ഉണ്ടാക്കി കൊടുത്തത്. അതായത് നമ്മുടെ നാടൻ ഓമയ്ക്ക അച്ചാർ. അപ്പോൾ അതിന് ആ ഒരു ലേബൽ എഴുതി ഒട്ടിക്കണമായിരുന്നു. കുട്ടിയുടെ പേര്, ക്ലാസ്, ഫുഡ് ഐറ്റം അതൊക്കെ ഒട്ടിക്കണമായിരുന്നു. അത് അതിൻ്റെ പുറത്ത് ആ ഒരു ലേബൽ കണ്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് അച്ചാറിലേക്ക് കിടക്കാം. ഇതൊരു 2 ദിവസമെങ്കിലും റെസ്റ്റ് ചെയ്യണം. ഞാൻ ഒരു ദിവസമേ വെച്ചുള്ളായിരുന്നു. പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്ത് നെല്ലിക്ക നമുക്ക് എടുത്തിട്ട് ആ ചട്ടി വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുക് വറ കായ ഇട്ട് മൂപ്പിക്കുക. പിന്നെ പൊടികളെല്ലാം ചേർക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ചേർത്ത് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഉപ്പും വിനാഗിരിയും കാന്താരിയുടെ എരിയും വെളുത്തുള്ളിയുടെ ഫ്ലേവറും എല്ലാം പിടിച്ചിരിക്കുന്ന നെല്ലിക്ക തട്ടിയിട്ട് കൊടുക്കുക, ഇളക്കുക. ഒന്ന് ചെറിയൊരു ചൂട്, ഒന്ന് തിളപ്പിക്കണമെങ്കിൽ തിളപ്പിക്കാം. പക്ഷേ ഞാൻ തിളപ്പിച്ചിട്ടൊന്നുമില്ല. ചെറിയൊരു ചൂടിൽ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഭരണിയിലേക്ക് മാറ്റാം. ഞാൻ ആ ഉപ്പിനകത്തിട്ട് വെച്ചിരുന്ന ആ ഭരണിയിൽ തന്നെയാണ് മാറ്റിയേക്കുന്നത്. പിന്നെന്താണ്, നല്ല ചൂട് ചോറിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തിയും ഒരു പപ്പടവും ഈ അച്ചാറും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റ്, സൂപ്പറായിരിക്കും കഴിക്കാൻ. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെല്ലിക്ക അച്ചാർ. സാധാരണ എല്ലാവരും പുഴുങ്ങിയിട്ടൊക്കെയല്ലേ ഇടുന്നത്. ഈ രീതിയിലും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ അഭിപ്രായങ്ങളൊക്കെ.